നിങ്ങൾ ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങളെ ചുറ്റുള്ള ആൾക്കാർ നിങ്ങളെ മാത്രം ഫോക്കസ് ചെയ്യുന്ന പോലെ തോന്നിയിട്ടുണ്ടോ? നിങ്ങളെ നോക്കി ചിരിക്കുന്നത് പോലെ തോന്നിയിട്ടുണ്ടോ? എല്ലാവരും എന്നെ ജഡ്ജ് ചെയ്യുന്ന എന്നുള്ള തോന്നലുകൾ ഉണ്ടായിട്ടുണ്ടോ? പ്രോബബ്ലി ഗോയിങ് ത്രൂ സോഷ്യൽ ആങ്സൈറ്റി. നമ്മൾ ഏത് ഗ്യാതറിങ്ങിന് പോണേക്കാൾ മുൻപ് അതിനെക്കുറിച്ച് ആലോചിച്ച് അവരെന്ത് ചിന്തിക്കും, ഞാനിടുന്ന ഡ്രസ്സിനെ കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിച്ച് മണിക്കൂറുകളോളം നിങ്ങൾ മിററിൽ സ്പെൻഡ് ചെയ്യാറുണ്ടോ? അത് കാരണം ഒരു പോയിന്റ് എത്തുമ്പോൾ ദ മൊമെൻറ്റ് യു ഗെറ്റ് ഇൻ ടു ദ ഫങ്ഷൻ എൻ്റെ കയ്യിൽ നിന്ന് എൻ്റെ ബോഡിയിൽ നിന്ന് എൻ്റെ കൺട്രോൾ പോലെ തോന്നാറുണ്ടോ? എനിക്ക് എന്ത് പറയണം, എന്ത് കഴിക്കണം, ആരോട് എന്ത് സംസാരിക്കണമെന്ന് കൺട്രോൾ പോയൊരവസ്ഥയിൽ ലിറ്ററലി ലോസ്റ്റ് ആയൊരു ഫേസിൽ കൂടെ പോയിട്ടുണ്ടോ? പ്രോബബ്ലി യു ഗോയിങ് ത്രൂ സോഷ്യൽ ആങ്സൈറ്റി. കൂടെ ഇതിലൂടെ കടന്നു പോയി കഴിയുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ തീരുമാനം എടുത്തേക്കാം, ഇത് മതി. അങ്ങനെ നിങ്ങൾ തന്നെ ഐസൊലേറ്റും ചെയ്തു തുടങ്ങിയിട്ടുണ്ടാവണം അല്ലേ? ഇതൊരിക്കലും ഹെൽത്തി അല്ല. ഈ ഫിയർ ഓഫ് ജഡ്ജ്മെൻറ്റ് അല്ലെങ്കിൽ ഈ ആങ്ഷ്യസ് തോട്ട് നിങ്ങളെ മൈൻഡിനെ പ്രൊട്ടക്റ്റ് ചെയ്യാണ് റിജക്ഷനിൽ നിന്നും അതുപോലെ എംബാരസ്മെൻറ്റിൽ നിന്നും. പക്ഷേ ഹിപ്നോതെറപ്പിയിലൂടെ നിങ്ങൾക്കിതിനെ കൃത്യമായിട്ട് ഡീൽ ചെയ്യാം. എങ്ങനെ റിയൽ കണക്ഷൻസിനെ മെയിൻറ്റെയിൻ ചെയ്യാം, സസ്റ്റെയിൻ ചെയ്യാം വിത്ത് ഫിയർ ഓഫ് ജഡ്ജ്മെൻറ്റ് എന്ന് നമുക്ക് പഠിക്കാം.